പുതിയ നിയമത്തിന്റെ കർട്ടൻ ഉയരുമ്പോൾ എല്ലായിടത്തും സ്തോത്രം ദൂതില്ലാതെ അതേ നിശബ്ദമായി കിടക്കുന്ന സമയത്ത് മരുഭൂമിയിൽ ഒരുവന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയും. അവന്റെ പേരാണ് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യം, അങ്ങയുടെ രാജ്യം വരണമേ. പുതിയ നിയമം ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ മാത്രമാണോ ദൈവരാജ്യം പറഞ്ഞത്? അല്ല, കർത്താവ് യേശു ക്രിസ്തു അതേ ദൂത് ആവർത്തിക്കുകയുണ്ടായി. ദൈവരാജ്യം യേശുവിന് ഏത് ദൂത് വേണമെങ്കിലും പറയാമായിരുന്നു. യേശു കർത്താവിന് ഒരു പ്രസംഗത്തിനും ഒരു ക്ഷാമവുമില്ല. യേശുവിന് ഏത് സബ്ജക്റ്റ് വേണമോ സ്തോത്രം യേശുവിന് പ്രസംഗിക്കാം. കാരണം അവൻ ആരാണ്? അവൻ വചനം ജഡമായി തീർന്നവനാണ്. യേശുവിന് സമാഗമന കൂടാരം പ്രസംഗിക്കാം. പഴയ നിയമത്തിലെ ഏത് ഈവന്റുകൾ, ഏത് സന്ദർഭങ്ങൾ യേശു കർത്താവിന് പ്രസംഗിക്കാം. തൻ്റെ വരവിനെ കുറിച്ച് പറയാം, സ്വർഗത്തെക്കുറിച്ച് യേശു കർത്താവിന് പറയാം, സഭയെക്കുറിച്ച് യേശു കർത്താവിന് പറയാം, ഹീലിങ്ങിനെ കുറിച്ച്, ഡെലിവറൻസിനെ കുറിച്ച്, സൗഖ്യത്തെക്കുറിച്ച്, വിടുതലിനെ കുറിച്ച് സ്തോത്രം ഒക്കെ യേശു കർത്താവ് പറയാം. പക്ഷേ യേശു പറഞ്ഞത് വേറെ ഒന്നുമല്ല പറഞ്ഞത്. 3.5 വർഷക്കാലം തൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ കർത്താവ് പറഞ്ഞത് ഒരൊറ്റ വിഷയമേ യേശു പ്രസംഗിച്ചുള്ളൂ, ദൈവരാജ്യം. എൻ്റെ രാജ്യം എന്നല്ല, എൻ്റെ എന്തോ അജണ്ട എന്നല്ല, എൻ്റെ ആഗ്രഹങ്ങൾ എന്നല്ല, പകരം അങ്ങയുടെ രാജ്യം വരണമേ.